നിങ്ങൾ ഇത്ര നേരം എവിടെ പോയിരിക്കുന്നു? അത് രസമാണ്. എന്ത് രസം? ഒരു തിരക്കൊന്നും ഉണ്ടായിട്ടാ. ഞാനൊരു സാധനം മേടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ വെച്ചു, അത് തരുമോ? 10-20 രൂപ അധികം തരാം. 25 രൂപ അധികം കിട്ടുന്നല്ലേ? ഞാനത് കൊടുത്തു. ഈ പൈസ കൊടുത്ത് രണ്ടാമത് പോകുമ്പോൾ കാട് നല്ല തിരക്കടോ. ആ പൈസ കൊണ്ട് ഗ്ലാസ് മേടിച്ചു. എല്ലാം അടുത്ത് ആരും തന്നിട്ടാ. നിങ്ങൾ ഈ 50 രൂപ വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ, ഞാൻ അപ്പൂപ്പൻ്റെ ഇത് വാങ്ങിച്ചു തരൂലായിരുന്നു. 10 ഉറുപ്പ ഇല്ലാത്ത നീയല്ലേ എനിക്ക് 50 ഉറുപ്പ എടുത്ത് ഇതിപ്പോ അടിച്ചു തീർക്കണം. കാരണം എന്റെ ഭാര്യയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹ. ഞാൻ ഈ കള്ളു കുടിച്ച് മരിക്കുന്ന ഓക്ക് ഇഷ്ടമല്ല. വണ്ടിക്കാരൻ പോയി മുട്ടി മരിച്ചാൽ ഓക്ക് ചെറിയ പൈസ കിട്ടും. ആ വലിയ ഒന്നും പറയില്ല. ശ്രദ്ധിക്കണം ഒന്നും ഓളി ഇതുവരെ പറഞ്ഞു വിട്ടിട്ടാ. കള്ളു കുടിക്കുന്ന ഓക്ക് ഇഷ്ടമല്ല. വെള്ളം എടുക്ക്. എടുക്ക് വെള്ളം എടുക്ക് എടുക്ക് എടുക്ക്. നിങ്ങളല്ലേ മേടിക്കാൻ പോയത്? നിങ്ങളിതും വെള്ളം ടച്ചിങ്സ് ഒക്കെ മേടിക്കാൻ പോയതല്ലേ? നമ്മൾ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യണമെന്നറിയോ? വെള്ളം എടുക്ക്. വെള്ളം എടുത്തിട്ട് മേടിച്ചിട്ട് കൊണ്ടുവച്ചിട്ടൊന്നുമില്ലേ? എന്ത് പരിപാടിയാന്നറാ ഈ വെള്ളവും ഞാനാ കൊണ്ടുവരണ്ടേ? സാധനം കൊണ്ടുവന്നിട്ട് സാധനം കൊണ്ടുവരുമ്പോ അതിന്റെ ഒപ്പം അതിന്റെ ഉള്ള എല്ലാ സാധനങ്ങളൊക്കെ കൊണ്ടുവരണ്ടേ? ഈ എന്ത് പണിയാടുത്ത്? നീ ഒരു കാര്യം ചെയ്യും, ആ ശങ്കരേട്ടനെ വീട്ടിൽ പോയി കുറച്ച് വെള്ളം മേടിച്ചിട്ടോ. വേപ്പോ വേമ്പോ. ഇപ്പൊ 1/2 മണിക്കൂർ 7 മണിക്കൂർ എന്റെ കണക്കാണ്. വരാണ്ടടിക്കല്ലേ? എന്തെന്ന് ചെക്കനത് മോനെ. നീ എന്നൊരു കുന്തം പോലെ നോക്കിയിരുന്നു. എനിക്കൊരു 10 പൈസ ചെലവാക്കുന്നില്ല. എനിക്കൊരു വെള്ളം മേടിച്ചു കൊടുത്തൂടെ? ഞാൻ ഇവിടുന്ന് പൈസ എടുത്തിട്ട് മേടിക്കാനോ ചേട്ടാ? ആരോ വരുന്നുണ്ട്. ഇവിടെ മഫ്തി പോലീസുകാരും ഈ കൊലപാതകളെല്ലാം പിടിക്കാൻ പറ്റും. വരാതിട്ട് വരില്ല. വെള്ളം കുടിക്കാറ് പിടിക്കാൻ. ആ അത്ര പൊടിങ്ങേറ്റിങ്ങ ഒന്നുമില്ല. അതെ, ആ ഈ സത്യശീലന്റെ വീട് എവിടെയെന്നറിയോ? സത്യശീലന്റെ ഒരു 9 സത്യശീലുണ്ട് നമ്മളെ ഈ വാർഡില്. ബാക്കി എല്ലാരും സത്യക്കാരാണ്. അല്ല, അറിയില്ല. ഈ റോഡാ പറഞ്ഞത്. വാതുക്കപ്പറമ്പിൽ സത്യശീലൻ. ഈടെ എന്റെ അയൽവാസി. ആ ഇവിടെ അടുത്ത് തന്നെ. എന്തേ? അല്ല, പുള്ളിയുടെ വീട്ടിലൊരു കുഴൽ കിണർ വേണമെന്ന് അറിഞ്ഞേ. അപ്പൊ അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒന്ന് കാണാൻ സംസാരിക്കാൻ വേണ്ടിട്ടാണ്. അത് നിങ്ങളെ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. തിരിച്ചിട്ടേ നിങ്ങൾ ഈ വഴിയാവുന്നേ. തിരിഞ്ഞു വന്ന അവിടെ നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് റോഡ് ഉണ്ടല്ലോ, കിണറിന്റെ അവിടെ നിന്ന് ഓപ്പോസിറ്റ്. അതിൽ തന്നെ പോയാൽ മതി. ശരിയാ. വെള്ളം ഒഴിക്കുന്ന ഓ കോയല് കിണറ് ഒഴിക്കുന്ന ആളല്ലേ? അതെ. വെള്ളം കൊണ്ട് കിടക്കണ്ട. വെള്ളം വരുത്താൻ കുഴൽ കിണർ അടിക്കൂലേ? അന്നേരം വെള്ളം മാത്രം. വെള്ളം കൊണ്ട് കിടക്കൂല. ഈ പരിസരത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, പറഞ്ഞാ മതി. അതല്ലേ വലിയ കോയൽക്കിണറിന്. അതായത് ഇത്ര പോലെ വെള്ളം കൊണ്ട് കിടക്കണ്ടേ? ഓന്റെ ജോലിയല്ലേ ഇത്? വെള്ളങ്ങൾ ഇത്ര പൊട്ടന ഉണ്ണിയേട്ടാ. ഈ സത്യേട്ടങ്ങളെ അയൽവാസിയല്ലേ? അതെ. സത്യേട്ടന്റെ പറമ്പിൽ കോയൽക്കിണർ കുത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കിണറ്റിൽ വെള്ളം ഉണ്ടാക്കുമോ? ഭൂമിന്റെ അടിയിലുള്ള വെള്ളം മുഴുവൻ വലിച്ചെടുക്കി കോൽക്കിണറാണ്. പിന്നെ നിങ്ങളെ 18 കോല അയാളെ കാണിച്ചത് ഈ പഞ്ചായത്തിൽ പിന്നെ വെള്ളം കിട്ടൂല. അപ്പൊ നമ്മ കുടിക്കേണ്ട വെള്ളം പോവാ. എല്ലാം പോകുന്നേട്ടാ. നിങ്ങളെ കിണറ്റിൽ മാത്രമേ ഇപ്പോൾ വെള്ളമുള്ളൂ. അപ്പൊ ഇത് മൊത്തം വലിച്ചെടുക്കും. എല്ലാം വലിച്ചെടുക്കും. നിങ്ങൾ നാളെ വേറെ ആരെങ്കിലും ഉമ്മർത്ത് പോയി വെള്ളത്തിന് കാത്തിക്കേണ്ടി വരും. നിങ്ങൾ ഇവിടെ വെള്ളം അടിച്ച് അന്തം വിട്ട് കുത്തുന്നോളി. പോയി ചോദിക്കത്. ഞാൻ ചോദിക്കല് മാത്രല്ല, സത്യന്റെ പറമ്പിൽ കുയിക്കാൻ ഞാൻ വിടൂല. വെള്ളം കിട്ടിയോ? ഇല്ല. വെള്ളം കിട്ടിയില്ല. ഇല്ല, വീട് പൂട്ടിയിട്ടേക്കുവാ. അപ്പൊ അതിന്റെ അപ്പുറത്തെ സുധാകരേട്ടനോട് ചോദിക്കായിരുന്നില്ല എനിക്ക്? അതെന്റെ മാഷാണല്ലോ. പോയി എങ്ങനെ ഞാൻ വെള്ളം ചോദിക്കാം, വെള്ളം അടിക്കാൻ, വെള്ളം തരും ചോദിക്കാം. നിങ്ങൾ അങ്ങോട്ട് കൂടെ തമ്മിത്തല്ലേ? ഇത് നാണവുമാർ ഉളുപ്പം വേണം. എന്റെ പൈസ കൊണ്ട് ഞാൻ സാധനം മേടിച്ച് ഇവിടെ മേടിച്ച് കൊണ്ടത്തിൽ നിങ്ങൾക്ക് കുടിക്കാൻ തന്നെ ഒരു വെള്ളം തകടിപ്പിക്കാൻ പറ്റില്ല. നീ എന്തെന്നാ നിങ്ങൾക്ക് ഉളുപ്പില്ല? ഇത്രയും മാഞ്ചോണ്ടതിന് വെള്ളം വാങ്ങി അറിഞ്ഞൂടെ? എത്ര നേരം കൊണ്ട് ഓടിയെന്നറിയാവോ മനുഷ്യൻ? അല്ല വാപ്പ, അതിന്റെ അപ്പുറത്തൊരു കിണറില്ല, അതിന് മുക്കി കൂടെ എനിക്ക്. അത് ചെളി, വെള്ളമൊന്നും ഇല്ല അതില്. കേട്ടല്ലോ, കോയൽക്കിണറിനെ പറ്റിയ ആൾ ഇവിടെ പറഞ്ഞേ ഉള്ളൂ. വെള്ളം പറ്റി തുടങ്ങി കിണറ്റില്. ആരെ? സത്യേട്ടനില്ല നമ്മളെ മൂപ്പർക്ക് ആ തൊടിയിൽ കൊണ്ടുപോയിട്ട് കോയൽക്കിണർ എത്താൻ പോണു. ഇപ്പൊ ആള് വന്ന് ചോദിച്ചിട്ട് പോയി. അപ്പൊ നിങ്ങൾക്ക് വെള്ളം വേണ്ടേ? പറഞ്ഞു കൊടുക്ക്. ഇയാൾക്ക് മനസ്സിലാവണില്ലത്.